ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു ടോപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ്സുകൾ വരുന്നൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ലൈനിങ്ങും ഉണ്ട്. ഇവിടെ ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലെങ്ത്ത് രണ്ടിനും വരണത് 18 ഇഞ്ചാണ്. ബാക്ക് സൈഡിൻ്റെ വീതി വരുന്നത് 8 ഇഞ്ചാണ്. അതിന് ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് വീതി എടുക്കേണ്ടത് 11.5 ഇഞ്ചാണ്. നമ്മൾ അവിടെയാണ് ഫ്ലീറ്റ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ തുണീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം കൂടുതൽ വീതിയിലെടുക്കാം. ഇതാണ് ഫ്രണ്ട് ഭാഗം. അത് ഏറ്റവും അടിയിൽ വയ്ക്കുക, മുകളിൽ ബാക്ക് സൈഡ്. ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്ക് സൈഡിലത്തെ പീസ് വെക്കേണ്ടത്. അപ്പോൾ ഇത്ര ഗ്യാപ്പാണ് ഫ്രണ്ടിൽ ഞാൻ ഇടുന്നത്. അവിടെയാണ് നമ്മൾ ചുരുക്കിടുന്നത്. ഓക്കെ, ഷോൾഡർ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ മാർക്ക് ചെയ്യുക. മോളുടെ ലെങ്ത് വരുന്നത് 5 ഇഞ്ചാണ്. ഇതുപോലെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇനി ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 4-1 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ലെങ്ത്ത് 18 ഇഞ്ചിൽ മാർക്ക് ചെയ്തുണ്ട്. 16 + 2 ഇഞ്ച് തയ്യൽത്തുമ്പ്, അങ്ങനെ 18 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. താഴത്തെ വണ്ണം വരുന്നത് 6.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മൾ ഷേപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പായിട്ട് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ഷേപ്പ് കൊടുക്കാൻ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു കേർവിൽ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് 4 ഇഞ്ചാണ് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി ഇവിടുത്തെ ഇറക്കം 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അവിടെയാണ് വേറൊരു പ്ലീറ്റഡ് ആയിട്ടുള്ളൊരു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യണത്. ഇനി ഇവിടെ നമ്മൾ നെക്കിൻ്റെ വീതി, ഈ ഒരു സൈഡ് നെക്കിൻ്റെ വീതി, അതായത് 2.5 ഇഞ്ച് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെയും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടുന്ന് ഞാൻ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ വീതി ഉണ്ടല്ലോ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടേക്ക് ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഭാഗം ഫുള്ളും നെക്കാണ് കേട്ടോ, നെക്കിൻ്റെ ആ വീതിയാണ്. അവിടെ നമ്മൾ വേറെ സെപ്പറേറ്റ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്യും. ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം വീതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളവിടെ കൈക്കുഴി ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇത്ര വീതിയിലാണ് ആ ഒരു പീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 ഇഞ്ചാണ് ഈ ഒരു ഫ്ലീറ്റ്സ് ഇടാനുള്ള വീതി കൊടുത്തത്. അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച് വരും. അപ്പോൾ ഇതുപോലെ ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ വണ്ണം വരേണ്ടത് നെക്കിൻ്റെ വീതിയാണ്. അതായത് നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ 5 ഇഞ്ചിൽ ആ ഒരു വീതി വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫ്ലീറ്റ്സ് ഇടാം. എന്നിട്ട് 5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ പൈപ്പിംഗ് വെക്കണതിൻ്റെ പകരമാണ് ഞാൻ ഇതുപോലെ ഒരു പീസ് അടിയിൽ വെക്കുന്നത്. ഇതുപോലെ എനിക്കാളും കൂടുതൽ വീതിയിൽ നീളത്തിൽ തുണി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ തയ്ച്ചു പോവാം. ഇപ്പോൾ ഇവിടെ ഫുൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിന് ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാനാണ്. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് കൊടുക്കുകയാണ്. എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ.
ഈ പീസിനെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ മടക്കി ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയായിട്ട് നമ്മളൊരു പിൻടെക്ക് ചെയ്ത തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണിയാണ് നമ്മൾ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മുന്നേ തന്നെ പൈപ്പിംഗ് ഒക്കെ ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണീനെ ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഇനി വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ തുണി ഉണ്ടെങ്കിൽ അതിൽ എംബ്രോയിഡറി ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മിഡിലൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇവിടെ നമുക്ക് 5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 2.5 ഇഞ്ചിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ തുണീനെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് കൈ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ നെക്ക് കട്ട് ചെയ്യാൻ കിട്ടുക. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ നെക്കിന് വീതി 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിവിടെ കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് വേണ്ടത് അതിവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ വെക്കേണ്ട പീസിൻ്റെ വീതി എത്ര കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പോണത്. അതുകൊണ്ട് വീതി കൂടിയാലും കുഴപ്പമില്ല. ബാക്ക് സൈഡിൽ ലൈനിങ് ആണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് വീതി കൊടുക്കുക. ഇനി താഴെയായിട്ട് നമ്മളൊരു വി ഷേപ്പ് കൊടുക്കണം ബട്ടൺസ് കൊടുക്കാൻ വേണ്ടി. അതിനൊരു 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഈ ഭാഗത്തുകൂടെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഇനി ബാക്ക് പീസ് എടുക്കുക. ഇതിൻ്റെ നല്ല വശത്ത് വേണം നമ്മൾ ലൈനിങ് ഇതുപോലെ വയ്ക്കേണ്ടത്. എന്നിട്ട് ആ വരച്ച ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം. ബാക്ക് സൈഡ് ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനാണുള്ളത്. ഇനി ഇതിൻ്റെ നല്ല വശത്തായിട്ട് ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ സ്ലീവായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചുരുക്കിൽ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെയായിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കാം.
തുണീനെ റോങ് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചിടാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കൈക്കുഴിയും ചെസ്റ്റ് റൗണ്ടും താഴത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴത്തെ ഒരു ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ മടക്കിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ടോപ്പ് നമ്മൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വലിയവർക്കാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കുർത്ത ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ജീൻസിനും ടോപ്പായിട്ടും നമുക്ക് ഷോർട്ട് ടോപ്പ് പോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും. താങ്ക് യു.